ഷാജിദ ഷാജി, അപ്പം ഷാജി. പിന്നെ ഈ വീണ്ടും വെല്ലുവിളിച്ചല്ലോ, എന്നെ തല്ലും, കണ്ടടിച്ച് പൊട്ടിക്കും. എടി വാടി, കണ്ടടിച്ച് പൊട്ടിക്കാൻ വാ, വീട്ടിലുണ്ടേ, വാ. ഞങ്ങൾക്ക് വണ്ടിക്കൂലിക്ക് പൈസ വേണോ? ഞാൻ തരേ. പിന്നെ അതേപോലെ നിൻ്റെ ആങ്ങളുടെ കാര്യം ഞാൻ നോക്കണ്ട, ശരിയാണ്. പിന്നെ നിൻ്റെ ആങ്ങളുടെ കാര്യം എന്ത് മരുന്നടി നീ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അവൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, പൈസ അവൻ കൊണ്ടുപോയിട്ടുണ്ട്, അവനവിടെ നിൽക്കാൻ പറയാമെന്ന്. നീ എന്ത് തേങ്ങക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു? അറിയാത്തോണ്ട് ചോദിക്കുക. നീ എന്തിനാ എൻ്റെ അടുത്ത് പറഞ്ഞേ? പിന്നെ അതേപോലെ അപ്പം വിറ്റ് ജീവിക്കണ ആരാന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം. നിന്നെപ്പോലത്തെ അപ്പം വിൽപ്പനക്കാരി എൻ്റെ കുടുംബക്കാര്യത്തിൽ ഇടപെടണ്ട, കേട്ടല്ലോ? ശരിയാണ്, നിൻ്റെ ഉമ്മ, പെങ്ങന്മാർ, ആങ്ങളന്മാർ അവരൊന്നാവും. നിങ്ങളൊന്നായിക്കോ, എനിക്ക് സന്തോഷമുള്ളൂ. ഫാമിലി ഒന്നാവണേ എനിക്ക് സന്തോഷമുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ നീ എൻ്റെ മരിച്ചുപോയ ഉപ്പാൻ എന്ന് പറഞ്ഞോ, അന്ന് ഞാനിതേ എൻ്റെ ഈ മനസ്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നിനക്ക് എവിടെയെങ്കിലും ഇതിനുള്ള എവിടുന്നെങ്കിലും നിനക്കൊരു പണി കിട്ടും, അത് ഉറപ്പാണ്. ഇല്ലെങ്കിൽ നീ നെല്ലിക്കാട് വാ. നീ എൻ്റെ വീട്ടിലേക്ക് വരണ്ട, നീ നെല്ലിക്കാട് വാ. നീ ഒറ്റയ്ക്ക് നെല്ലിക്കാട് വാ. ഒരു പെണ്ണായതുകൊണ്ട് വെല്ലുവിളിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ എന്താ ചെയ്യുക, ഇങ്ങനത്തെ ഓരോ വേശികളെ വെല്ലുവിളിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് വെല്ലുവിളിച്ചല്ലേ പറ്റുള്ളൂ. ഷാജി വേശിയെ, നീ വീട്ടിലേക്ക് വരണ്ട, നെല്ലിക്കാട് വാ. നീ നെല്ലിക്കാട് വന്നിട്ട് തന്നെ വിളിക്ക്. നീ എന്താ എൻ്റെ ഫോണൊക്കെ ബ്ലോക്കാക്കി വെച്ചിരിക്കുന്നു? നീ എന്താ ബ്ലോക്കാക്കി വെച്ചിരിക്കുന്നു? പേടിയോ? നീ എന്താ പേടിച്ചു പോയോ ഷാജിയെ? എടി, കറുപ്പും വെളുപ്പും നീ ഈ കുണച്ച വെളുപ്പും ക്രീം തേച്ച് വാരി ഉണ്ടാക്കിയത് തന്നെയല്ലേ? നീ എൻ്റെ പെങ്ങളുടെ കുട്ടീനെ പറഞ്ഞതിന് നീ അനുഭവിക്കും. നിനക്ക് 5 മക്കളുണ്ടല്ലോ, നിനക്ക് 5 മക്കളില്ലേ? നീ അനുഭവിക്കടി, നല്ല പോലെ അനുഭവിക്കും. നീ പറയാൻ പാടില്ലാത്ത വാക്കുകൾ വരെ നീ എൻ്റെ വീട്ടുകാരനെ പറ്റി പറയണത്. നിന്നെപ്പോലെ എല്ലാവരും അപ്പം വിറ്റാണ് ജീവിക്കണമെന്ന് നീ കരുതിയോ? അല്ല, നിനക്ക് തെറ്റി. നീ നെല്ലിക്കാട് വാ. നീ നെല്ലിക്കാട് വന്ന് പോയി കഴിഞ്ഞിട്ട് ലെവിൽ വന്നിട്ട് ഞാൻ നെല്ലിക്കാട് വന്നിരുന്നു അങ്ങനെയൊന്നും പറയണ്ട. നീ നെല്ലിക്കാട് വരുമ്പോൾ നീ എന്നെ വിളിക്ക്. എൻ്റെ നമ്പർ അറിയാലോ, 8089029670. നീ വിളിക്ക്, ബാക്കി അപ്പം പറഞ്ഞുതരാം. പിടിച്ചിരിക്കുന്നു.